വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കേക്ക് ഉണ്ടാക്കിയാലോ. ചിക്കൻ മിക്സ് ചെയ്ത് മൈദയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 200 ഗ്രാം ചിക്കൻ ബോൺലെസ് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 20 to 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ക്രിസ്പി ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുക്കാവുന്ന പരുവത്തിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട, 2 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള കേർഡ്, 1/4 കപ്പ് പാല്, മെൽറ്റ് ചെയ്ത ബട്ടർ 1/4 കപ്പ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ബീറ്ററൊന്നും വെച്ച് ബീറ്റ് ചെയ്യേണ്ട, ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേറെ ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് എഗ് മിക്സിലേക്ക് ഈ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പതിയെ ഇളക്കി കൊടുക്കുക, ഒരുപാട് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ട. നന്നായി മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിക്കാൻ പറ്റിയൊരു കൺസിസ്റ്റൻസിയിലായാൽ മതി. ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി തിക്കായി പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. ഇതേപോലെ ഒഴിക്കാൻ പാകത്തിന് കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് 1/4 കപ്പ് സവാള ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് വളരെ ചെറുതായി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചോപ്പ് ചെയ്ത്, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ, കൂടുതൽ ഓപ്ഷണലായിട്ട് 2 ടേബിൾ സ്പൂൺ ചീസ്, ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ മയണൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2 ഓപ്ഷനിലാണ്. വീണ്ടും പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ട്രേ ബട്ടർ ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പതിയെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അവനിൽ വെച്ച് 35 to 40 മിനിറ്റ്സ് 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. അവൻ യൂസ് ചെയ്യുന്നില്ല, നോർമലി കുക്കർ അല്ലെങ്കിൽ മറ്റുള്ള പാത്രത്തിൽ ബേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്യുക. 35 to 40 മിനിറ്റ്സിൽ ബേക്ക് ചെയ്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 40 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്ത ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടെക്സ്ചറെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.